എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. യുദ്ധത്തിന്റെ ഇടയിലും ബിറ്റ്കോയിൻ വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ കൂടെ ബിറ്റ്കോയിനും താഴോട്ട് പോകും എന്നുള്ളതായിരുന്നു. പക്ഷേ യുദ്ധം തുടങ്ങിയത് മുതൽക്ക് ബിറ്റ്കോയിന്റെ പ്രൈസ് ഏകദേശം 5% മുകളിലാണ്. സോ ഇന്നത്തെ പ്രൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം $71,600 ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്യുന്നത്. അതായത് 28-ാം തീയതി ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയതിനു ശേഷം ഏകദേശം 10% അടുത്താണ് ബിറ്റ്കോയിന്റെ പ്രൈസ് മുകളിലോട്ട് പോയിരിക്കുന്നത്. അതേസമയം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഗോൾഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നേരെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പോൾ ഗോൾഡ് ആണെന്നുണ്ടെങ്കിലും സിൽവർ ആണെന്നുണ്ടെങ്കിലും നിഫ്റ്റി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാം താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ബിറ്റ്കോയിൻ മാത്രമാണ് ആക്ച്വലി ഇപ്പോൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം $71,600 അടുത്താണ് ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ബിറ്റ്കോയിൻ ബെയർ മാർക്കറ്റ് കഴിഞ്ഞോ? പുതിയൊരു ഓൾ ടൈം ഹൈയിലോട്ടാണോ ബിറ്റ്കോയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്? അതോ ഈ ഒരു റാലി ജസ്റ്റ് ഒരു റിലീഫ് റാലി മാത്രമാണോ എന്നുള്ളത്. അതേപോലെ തന്നെ ഇതേ ഒരു സെയിം പീരീഡിൽ കഴിഞ്ഞ ഒരു വാർ പീരീഡിൽ കഴിഞ്ഞ 2022 റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നത് റഷ്യ ഉക്രൈൻ ഇൻവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 24 ഫെബ്രുവരി 2022. അപ്പോൾ ഇതേ ഒരു സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പീരീഡിൽ എങ്ങനെയാണ് ബിറ്റ്കോയിൻ പെർഫോം ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെയാണോ ഇപ്പോഴും ഈ ഒരു ഇസ്രായേൽ ഇറാൻ യുദ്ധം നടക്കുമ്പോഴും ബിറ്റ്കോയിൻ പെർഫോം ചെയ്യുന്നതും? എന്തെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഈ ഒരു ബെയർ മാർക്കറ്റ് എപ്പോൾ കഴിയും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതെല്ലാം ജസ്റ്റ് ഒരു അസംഷൻസും അതേപോലെ തന്നെ ടെക്നിക്കലി ഉള്ള പല കാര്യങ്ങൾ മാത്രമാണ്. എപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ബിറ്റ്കോയിൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വാങ്ങിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതുപോലെ അടുത്തൊരു 5-8 മാസം, അടുത്തൊരു 1 ഇയർ വളരെ അഗ്രസീവായിട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ തന്നെ ബിറ്റ്കോയിൻ വാങ്ങിക്കുക, അല്ലാതെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രൈസിൽ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വൈസ്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ബിറ്റ്കോയിൻ വാങ്ങിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എപ്പോഴും ഉള്ള അഡ്വൈസ്. എന്തായാലും എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സോ ഒന്നാമത്തെ ചോദ്യം, ഈ ഒരു ബെയർ മാർക്കറ്റ് കഴിഞ്ഞോ? ബിറ്റ്കോയിൻ പുതിയൊരു ഓൾ ടൈം ഹൈയിലോട്ടാണ് പോകുന്നത്, അതോ ഇതൊരു ജസ്റ്റ് ഒരു റിലീഫ് റാലി മാത്രമാണോ എന്നുള്ളതാണ്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇപ്പോഴും ഒരു $71,000 ട്രേഡ് ചെയ്യുന്നത്. അതായത് ബിറ്റ്കോയിൻ്റെ ലോങ് ടേം ബുൾ മാർക്കറ്റ് സപ്പോർട്ടായിട്ടുള്ള ഈ ഒരു 50 വീക്ക് മൂവിങ് ആവറേജിൻ്റെ ഒരുപാട് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. സോ ഈ ഒരു ബെയർ മാർക്കറ്റ് കഴിഞ്ഞു എന്നൊന്നും നമുക്ക് ഇനിയും പറയാറായിട്ടില്ല. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിറ്റ്കോയിൻ ഓൾ ടൈം ഹൈയിലോട്ട് എത്തിയതിന് ശേഷം ഇതുവരെയുള്ള ഈ ഒരു പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി കഴിഞ്ഞ ബെയർ മാർക്കറ്റ് 2021 നവംബറിൽ ബിറ്റ്കോയിൻ ഒരു ഓൾ ടൈം ഹൈയിലോട്ട് എത്തിയതിന് ശേഷം ബിറ്റ്കോയിൻ്റെ പ്രൈസ് എങ്ങനെയാണോ ട്രേഡ് ചെയ്യുന്നത് അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. സോ 2021 നവംബറിൽ ബിറ്റ്കോയിൻ താഴോട്ട് വരാൻ തുടങ്ങുന്നു. അതിനുശേഷം ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വളരെ ശക്തമായിട്ട് മുകളിലോട്ട് പോവുകയും ഒരു 50 വീക്ക് മൂവിങ് ആവറേജിൻ്റെ ഒക്കെ അടുത്ത് പോയതിന് ശേഷം ആണ് വീണ്ടും വലിയ രീതിയിൽ താഴോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബുൾ മാർക്കറ്റിലും എക്സാക്ട്ലി അതേപോലെ തന്നെയാണ്. ആദ്യം വളരെ വലിയ രീതിയിൽ താഴോട്ട് വരുന്നു, വീണ്ടും 50 വീക്ക് മൂവിങ് ആവറേജിൻ്റെ അടുത്ത് വരെ പോകുന്നു, വീണ്ടും താഴോട്ട് വരുന്നു. അതിനുശേഷം വീണ്ടും വളരെ ശക്തമായിട്ട് ഈ ഒരു ബെയർ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുകയും അറ്റ്ലീസ്റ്റ് ഈ ഒരു 200 വീക്ക്ലി മൂവിങ് ആവറേജിൻ്റെ താഴെ പോയതിന് ശേഷമാണ് ബിറ്റ്കോയിൻ ഈ ഒരു ബെയർ മാർക്കറ്റ് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാറായിട്ടുള്ളത്. അതിനുശേഷമാണ് ഒരു ശക്തമായിട്ടുള്ളൊരു ഒരു ബുൾ മാർക്കറ്റ് റാലി എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ബോട്ടം ആയി എന്ന് പറയാനാവണം എന്നുണ്ടെങ്കിലും ഈ ഒരു 200 വീക്ക്ലി മൂവിങ് ആവറേജിൻ്റെ ഒക്കെ താഴോട്ട് വരണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ അറ്റ്ലീസ്റ്റ് അതേപോലെ തന്നെ നമ്മളിവിടെ ഹിസ്റ്റോറിക്കലി ഉള്ള ബിറ്റ്കോയിൻ്റെ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2018 ഇപ്പോൾ 2022 ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 4-5 മാസമൊക്കെ ബിറ്റ്കോയിൻ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ബെയർ മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് 1-2 മാസമൊക്കെ ബുള്ളിഷായിട്ട് പെർഫോം ചെയ്യാറുണ്ട്. ഇപ്പോൾ 2021 നവംബറും ഡിസംബറും 2022 ജനുവരിയും കഴിഞ്ഞതിന് ശേഷം ഫെബ്രുവരിയും മാർച്ചും വളരെ വലിയ രീതിയിൽ മുകളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫെബ്രുവരിയിൽ 12% മുകളിലോട്ട് പോയി, മാർച്ചിൽ 5% മുകളിലോട്ട് പോയി. അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിലാണ് താഴോട്ട് പോയത്. ആ ഒരു ബെയർ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ബിറ്റ്കോയിൻ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 ഒക്ടോബർ മുതൽക്ക് കണ്ടിന്യൂസ് ആയിട്ട് 5 മാസം നെഗറ്റീവാണ് അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയും നെഗറ്റീവായിട്ടാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ട്രേഡ് ചെയ്യുന്നത്. സോ അറ്റ്ലീസ്റ്റ് മാർച്ചോ ഏപ്രിലോ അല്ലെങ്കിൽ മാർച്ച് മാത്രമൊക്കെ വളരെ ബുള്ളിഷായിട്ട് ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. സോ ഇടയ്ക്ക് ബെയർ മാർക്കറ്റിൻ്റെ ഇടയിലും ഒരു റിലീഫ് റാലി ഉണ്ടാവുക എന്ന് പറയുന്നത്
എന്തായാലും സംഭവിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു കാര്യമാണ്. സോ ഇതൊരു റിലീഫ് റാലിയാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ. അതേപോലെ തന്നെ നമ്മളിവിടെ അത് കാരണം കൊണ്ട് തന്നെയാണ് സോ അറ്റ്ലീസ്റ്റ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു 200 വീക്ക്ലി മൂവിങ് ആവറേജിൻ്റെ താഴോട്ട് വരും എന്നുള്ളത് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അതായിരിക്കും ഒരു മേജറായിട്ടുള്ള ഒരു അഗ്രസീവായിട്ട് ബിറ്റ്കോയിൻ വാങ്ങാനുള്ള ഒരു ബൈ ഏരിയ എന്ന് പറയുന്നത്. സോ അത് കാരണം കൊണ്ട് തന്നെയാണ് ഞാനിവിടെ ബൈനാൻസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം $61,000 താഴെ ഒരുപാട് ബൈ ഓർഡേഴ്സ് ഇപ്പോഴും ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് $61,000 0.001 ബിറ്റ്കോയിൻ വാങ്ങുന്നുണ്ട്, $60,000 0.05 ബിറ്റ്കോയിൻ വാങ്ങുന്നുണ്ട്, അതേപോലെ തന്നെ $59,000 $58,000 0.05 ബിറ്റ്കോയിൻ്റെ എല്ലാം ബൈ ഓർഡേഴ്സ് സ്റ്റിൽ പെൻഡിങ് ആണ്. ഓക്കെ. അപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിക്കുക. ഇൻ കേസ് നല്ല രീതിക്ക് താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വളരെ അഗ്രസീവായിട്ട് ബൾക്കായിട്ട് ബിറ്റ്കോയിൻ വാങ്ങിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ. ഇനി അടുത്തതായിട്ട് ഈ ഒരു യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് എന്തുകൊണ്ടാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുന്നത്? ഇപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്തതുപോലെ ഇപ്പോൾ ഗോൾഡും സിൽവറും മുകളിലോട്ട് പോകും എന്ന് എക്സ്പെക്ട് ചെയ്തപ്പോൾ ഗോൾഡും സിൽവറും അതേപോലെ തന്നെ S&P 500ഉം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും എല്ലാം താഴോട്ട് പോകുന്നു. ബിറ്റ്കോയിൻ മാത്രം മുകളിലോട്ട് പോകുന്നു. ഓൾമോസ്റ്റ് ഒരു 9% ആണ് കൂടിയിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഈ ഒരു പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 28 ഫെബ്രുവരി ആണ് ഈ ഒരു ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് 5ാമത്തെ ദിവസമാണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് 9% ആണ് കൂടിയിരിക്കുന്നത് അല്ലേ. ഇതേപോലത്തെ ഒരു പ്രൈസ് ആക്ഷനാണ് നമ്മൾ 2022 റഷ്യ ഉക്രൈൻ ഇൻവേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴും നമുക്ക് കാണാൻ സാധിക്കാം. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24-ാം തീയതിയാണ് 2022 ഫെബ്രുവരി 24-ാം തീയതിയാണ് റഷ്യ ഉക്രൈനെ ഇൻവേഡ് ചെയ്യുന്നു എന്നുള്ള അനൗൺസ്മെൻറ്റ് കാര്യങ്ങൾ വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം വിത്തിൻ 1 വീക്ക് കൊണ്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് കൂടിയിരിക്കുന്നത് 22% ആണ്. അതേപോലെ തന്നെ ഏകദേശം ഒരു $37,000 നിന്ന് $45,000 ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരാഴ്ച കൊണ്ട് കൂടിയത്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും താഴോട്ട് വന്നു. പക്ഷേ വീണ്ടും മുകളിലോട്ട് പോയി മാർച്ച് എൻഡോട് കൂടിയിട്ട് ഈ ഒരു മാർച്ച് മാസം മൊത്തം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 30% ആണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ ഒരു ലോ ലെവലിൽ നിന്നും മുകളിലോട്ട് പോയത്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് മാർച്ച് കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ മെയ് ജൂൺ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു യുദ്ധത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു റാലി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റിലീഫ് റാലി മാത്രമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. സോ എക്സാക്ട്ലി അതേപോലെ തന്നെയാണ് ബിറ്റ്കോയിൻ ഇപ്പോഴും പെർഫോം ചെയ്യുന്നത്. സോ നമ്മളോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 28 ഫെബ്രുവരി കഴിഞ്ഞതിന് ശേഷം ഇന്ന് 5ാമത്തെ ദിവസമാണ് ബിറ്റ്കോയിൻ വലിയ രീതിയിൽ മുകളിലോട്ട് പോകുന്നത്. 2022 റഷ്യ ഉക്രൈൻ വാർ 24 ഫെബ്രുവരി കഴിഞ്ഞിട്ട് കറക്റ്റ് എക്സാക്ട്ലി 5ാമത്തെ ദിവസം ഈ ഒരു ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും വലിയ രീതിയിലാണ് ബിറ്റ്കോയിൻ പമ്പ് ആവുന്നത്. ഓക്കെ. അപ്പോൾ ഇതേപോലെ തന്നെ ആവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അതായത് ഇനീഷ്യലി ഈ ഒരു യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസ് കൂടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ ഒരു ബെയർ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുന്നു. സ്റ്റിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു 200 വീക്ക്ലി മൂവിങ് ആവറേജിൻ്റെ താഴെ വരും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലുള്ള കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു റിലീഫ് റാലി കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് പോയിട്ട് ഈ ഒരു 200 വീക്ക്ലി മൂവിങ് ആവറേജ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ താഴെ കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും മുകളിലോട്ട് പോവുക എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞ അതേ അഡ്വൈസ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ മാസവും ബിറ്റ്കോയിൻ വാങ്ങിക്കുക. താഴോട്ട് പോകുന്നതിനനുസരിച്ച് ഈ ഒരു പ്രൈസ് സോൺ അതായത് 200 വീക്ക്ലി മൂവിങ് ആവറേജിൻ്റെ തൊട്ട് താഴെ ഒരു $58,000 താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി അഗ്രസീവായിട്ട് നമ്മുടെ ക്വാണ്ടിറ്റി ഡബിളാക്കി വാങ്ങിക്കാനുള്ള ഒരു പെർഫെക്റ്റ് ടൈം ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും എൻ്റെ അഡ്വൈസ്. ഓക്കെ. ഇനി അടുത്തതായിട്ട് എപ്പോഴാണ് ഈ ഒരു ബെയർ മാർക്കറ്റിൻ്റെ അവസാനം അല്ലെങ്കിൽ ഏത് പോയിന്റിലായിരിക്കും ഏത് മാസമായിരിക്കും ബിറ്റ്കോയിൻ ഈ ഒരു ബെയർ മാർക്കറ്റ് ബോട്ടം ടച്ച് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആസ് പെർ ഈ ഒരു 4 ഇയർ സൈക്കിൾ പ്രകാരം ഒക്ടോബർ 2026 വരെയാണ് ഈ ഒരു ഡൗൺ ട്രെൻഡ് ഉള്ളത്. സോ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ എപ്പോൾ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ബെയർ മാർക്കറ്റ് കഴിയാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. സോ ഞാൻ പേഴ്സണലി എക്സ്പെക്ട് ചെയ്യുന്നത് മേ ബി ഈ ഒരു ബെയർ മാർക്കറ്റ് അതായത് ഈ ഒരു 4 ഇയർ സൈക്കിൾ പ്രകാരമുള്ള ഈ ഒരു ഡേറ്റിൻ്റെ മേ ബി ഒരു 1-2 മാസം മുന്നേ ആയിട്ട് തന്നെ ഈ ഒരു ബെയർ മാർക്കറ്റ് അവസാനിക്കാനുള്ള എല്ലാ പ്രോബബിലിറ്റി ഉണ്ട്. അത് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ബെയർ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഏർലി സ്റ്റേജിൽ തന്നെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അല്ലേ. അതായത് കഴിഞ്ഞ 4 ഇയർ സൈക്കിളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2021 സൈക്കിൾ ടോപ്പ്. 2021 സ്റ്റിൽ അതൊരു പോസിറ്റീവ് വർഷം തന്നെയാണ് ഇയർലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ 2017 എന്നുണ്ടെങ്കിലും പക്ഷേ 2025 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഇയർ ആണ്. അത് കഴിഞ്ഞതിന് ശേഷം അതായത് ഒരു ഏർലി സ്റ്റേജിലാണ് ബെയർ മാർക്കറ്റ് കുറച്ചും കൂടി ഒരു മുന്നേ ആണ് എന്നുള്ളതാണ്. അതായത് ഈ ഒരു 4 ഇയർ സൈക്കിൾ പ്രകാരം ആളുകൾ ഏർലി സ്റ്റേജിൽ
കൂടുതൽ അഗ്രസീവായിട്ട് സെല്ല് ചെയ്യാൻ തുടങ്ങിയത് കാരണം കൊണ്ടാണ് ഈ ഒരു 2025 തന്നെ നെഗറ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബെയർ മാർക്കറ്റും കുറച്ചും കൂടി ഏർലി സ്റ്റേജിൽ തീരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് മാത്രമല്ല നമ്മളിവിടെ ബിറ്റ്കോയിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് കഴിഞ്ഞ ബെയർ മാർക്കറ്റിലെല്ലാം 2022 ബെയർ മാർക്കറ്റിലെല്ലാം ഏകദേശം ഒരു ജൂൺ ജൂലൈ മാസത്തിൻ്റെ ആ ഒരു സമയത്താണ് ബിറ്റ്കോയിൻ ഈ ഒരു 200 വീക്ക്ലി മൂവിങ് ആവറേജിൻ്റെ ഒക്കെ തൊട്ടടുത്ത് എത്തിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ബെയർ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഈ ഒരു 200 വീക്ക്ലി മൂവിങ് ആവറേജിൻ്റെ തൊട്ട് അടുത്ത് എത്തിയിട്ടുണ്ട്. സോ കഴിഞ്ഞ ബെയർ മാർക്കറ്റിൽ ഈ ഒരു സൈക്കിൾ ബോട്ടം എന്ന് പറയുന്നത് നവംബറിലായിരുന്നു. സോ നവംബറിൽ ഒരു ബെയർ മാർക്കറ്റ് ബോട്ടം ലെവലിൽ എത്തുന്നതിൻ്റെ ഒരു 5-6 മാസം മുന്നെയാണ് ഈ ഒരു 200 വീക്ക്ലി മൂവിങ് ആവറേജ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അതിൻ്റെ മുന്നെയാണ്, ഒരുപാട് മുന്നെയാണ്, ഏകദേശം 2-3 മാസം മുന്നെയാണ് ഈ ഒരു 200 വീക്ക്ലി മൂവിങ് ആവറേജിൻ്റെ അടുത്തോട്ട് ബിറ്റ്കോയിൻ എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി താഴോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിലും മോസ്റ്റ് ലൈക്ലി അതായത് എപ്പോഴും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ എന്താ പറയുക എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കാറുള്ളത്. അപ്പോൾ ഞാൻ പേഴ്സണലി എക്സ്പെക്ട് ചെയ്യുന്നത് പല ആളുകളും മെജോറിറ്റി ആളുകളും ഒക്ടോബർ മാസം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഇനിയുള്ളൊരു ബൈയിങ് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുക. അതായത് ഒക്ടോബർ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷേ മോസ്റ്റ് ലൈക്ലി അതിൻ്റെ ഓപ്പോസിറ്റ്, അതിനേക്കാളും ഒരുപാട് മുന്നേ മേ ബി ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടിയിട്ട് തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ചിലപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഒരു ബോട്ടം ലെവലിലോട്ട് എത്തിയതിന് ശേഷം മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് ഞാൻ പേഴ്സണലി കാണുന്നത്. സോ ഇത് എൻ്റെ ഒരു പേഴ്സണലി ഉള്ളൊരു ഒപ്പീനിയൻ മാത്രമാണ്. സോ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി ഇൻഫർമേറ്റീവായി എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ളത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് അടുത്തൊരു 5-8 മാസം ബിറ്റ്കോയിൻ വാങ്ങിക്കുക എന്നുള്ളത്. സോ എല്ലാവർക്കും ഒരു വീഡിയോ ഇൻഫർമേറ്റീവായി എന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.